ഞങ്ങൾ CPM-നെ ആരെങ്കിലും വിമർശിച്ചാൽ, CPM-നെതിരെ പറഞ്ഞാൽ അത് സംഘപരിവാറിനെ സഹായിക്കലാണെന്നൊക്കെ പറഞ്ഞാൽ ഇനി അത് വില പോവോ നിഷാദേ? അത് വില പോവില്ലെന്നേ. ഒരു 10 വർഷം മുമ്പ് പറഞ്ഞാൽ അതൊക്കെ ആളുകൾ കുറച്ച് പേരെങ്കിലും വിശ്വസിക്കും. CPM-നെതിരെ നിങ്ങൾ പറഞ്ഞാൽ അത് സംഘപരിവാറിനെ ബലപ്പെടുത്തുന്നു. ഇപ്പൊ സംഘപരിവാറിനെ ഏറ്റവും കൂടുതൽ ബലപ്പെടുത്തുന്നാരാ? CPM-ആ. പിണറായി വിജയൻ അധികാരത്തിന് ശേഷം അവരുടെ കൂടെ പോകണം എന്നങ്ങനെ നിയമമൊന്നുമില്ല, അവരൊറ്റയ്ക്ക് പോകേണ്ടതാണ്. പക്ഷെ അവരെ സഹായിക്കുകയാണ് ശരിക്കും BLA-മാർ ചെയ്യുന്നത്, ഏത് പാർട്ടിയുടെ ആണെങ്കിലും. ഇപ്പം ഇങ്ങനൊരു സമ്മർദ്ദം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അല്ല, അവരുടെ കൂടെ ഏത് പാർട്ടിക്കും അവിടെ ഒരു പാർട്ടിക്ക് വ്യക്തമായ CPM-ന് വ്യക്തമായ ആധിപത്യമുള്ളൊരു സ്ഥലത്ത് അയാൾക്ക് സാധ്യമായ, അതിൽ അനധികൃതമായ ഒന്നുമില്ലല്ലോ, പരിചയക്കാരെ ഉപയോഗപ്പെടുത്താം. അതിനകത്ത് എന്താണ് പ്രശ്നം? പക്ഷെ അതിൻ്റെ പേരിൽ അയാൾ നേരിടേണ്ടി വന്ന പ്രശ്നം, മാനസികമായ സമ്മർദ്ദം, ഭീഷണി, കള്ളക്കേസിൽ കൊടുക്കും, അതിന് നമ്മൾ അഡ്രസ്സ് ചെയ്യണ്ടേ? മറ്റേ മേജർ ഇഷ്യൂവിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നു, അതിൻ്റെ ഒപ്പം ഇതും കൂടി അഡ്രസ്സ് ചെയ്യണ്ടേ? ഇതൊരു പുതിയ കാര്യമല്ലല്ലോ. ഈ പറയുന്ന ഒരു വശത്ത് നമ്മൾ അഭിമുഖീകരിക്കുന്നത് എന്താ? സംഘപരിവാർ അവർക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ വംശീയമായി വെട്ടി നിർത്തുമ്പോൾ CPM കേരളത്തിൽ രാഷ്ട്രീയമായി വെട്ടി നിർത്തിയിട്ടില്ല. ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് കള്ളവോട്ട് ചെയ്തിട്ടില്ലേ? അതിന് ഞാൻ സമീകരിക്കുകയല്ല. പക്ഷെ അതുമുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. കോൺഗ്രസ് UDF സ്ഥിരമായി ആക്ഷേപിക്കുന്ന ഒരു കാര്യമാണ് CPM-കാർ കള്ളവോട്ട് ചെയ്യുന്നു, കള്ളവോട്ട് ചേർക്കുന്നു. ഇപ്പോൾ ആറ്റിക്കൽ മണ്ഡലത്തിലെ കള്ളവോട്ടിന്റെ വലിയ കണക്കൊക്കെ അടൂർ പ്രകാശ് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിപ്പോഴും ഈ കള്ളവോട്ടും SIR-ഉം തമ്മിൽ സമീകരിക്കുകയാണോ? കള്ളവോട്ടൊക്കെ എല്ലാ കാലത്തും എല്ലായിടത്തും, ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട്. SIR-നെ നിങ്ങൾ കള്ളവോട്ടിലേക്ക് ചുരുക്കി കാണുകയാണ്? ഒരിക്കലുമില്ല. ഞങ്ങളത് രാഹുൽ ഗാന്ധി തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ വോട്ട് വെട്ടിമാറ്റുക എന്ന് പറയുന്നത് ഈ പൗരത്വ പരിഷ്കരണത്തിൻ്റെ 2ാം പതിപ്പാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ രാഷ്ട്രീയ വ്യക്തതയോടുകൂടി ആരാ പറഞ്ഞത്? രാഹുൽ ഗാന്ധിയുടെ നിലപാടെന്ന് പറയുന്നത് ഇന്ത്യയിലെ കോൺഗ്രസിന്റെ നിലപാടാണ്. അല്ല, ഒരു സംശയമില്ല. ഞാൻ പറയുന്നത് അല്ല, അടൂർ പ്രകാശിനായാലും VD സതീശനായാലും അല്ലെങ്കിൽ സണ്ണി ജോസഫിനായാലും രാഹുൽ ഗാന്ധിയിൽ നിന്ന് വ്യതിരക്തമായ നിലപാടെടുക്കാൻ കഴിയില്ലല്ലോ. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ CPM-ൻ്റെ നിലപാടിനെ കൂടി CPM തുടർന്ന് വരുന്ന ജനാധിപത്യ വിരുദ്ധമായ കാര്യങ്ങളെ കൂടി അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതൊരു പഴയ നറേറ്റീവാണെന്നേ. CPM-നെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളങ്ങ് സംഘപരിവാറിനെ സഹായിക്കുകയാണെന്ന് പറഞ്ഞാൽ അതിന് വില പോയിരുന്ന, അതിന് അംഗീകാരം കിട്ടിയിരുന്നൊരു കാലമുണ്ടായിരുന്നു. ആളുകൾ വിശ്വസിച്ചിരുന്നു. കാരണം CPM-ആണ് സംഘപരിവാറിനെ പ്രതിരോധിക്കുന്നതെന്ന് കുറച്ചു പേരെങ്കിലും ആത്മാർത്ഥമായി വിചാരിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഇന്ന് CPM അനുഭാവികൾക്ക് പോലും അങ്ങനെ വിശ്വാസമില്ലെന്നേ. ഇവിടെ പിണറായി വിജയന്റെ 10 വർഷത്തെ ഭരണം വന്നതിന് ശേഷം CPM-ആണ് സംഘപരിവാറിനെ പ്രതിരോധിക്കുന്നത് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? ഇത് ഞങ്ങളെ സംബന്ധിച്ച് ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ, സംഘപരിവാറിനെ കുറിച്ച് പറഞ്ഞാൽ അത് സംഘപരിവാർ അങ്ങനെ ചെയ്യില്ല എന്ന് അർത്ഥമാക്കേണ്ട. CPM-നെ കുറിച്ച് പറഞ്ഞാൽ CPM മാത്രമാണെന്ന് അർത്ഥമാക്കേണ്ട. ഞങ്ങൾ രണ്ടിനെതിരെ പറയും. ഞങ്ങൾക്ക് പ്രയോറിറ്റി ഉണ്ട്. ഞങ്ങൾ ആദ്യം ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ വിളിച്ച മീറ്റിങ്ങുകളിൽ കോൺഗ്രസിൻ്റെ എല്ലാ പ്രതിനിധികളും പങ്കെടുത്തുകൊണ്ട് വളരെ കൃത്യമായി ഈ കാര്യങ്ങൾ അക്കമിട്ട് നിർത്തിയെന്നേ. അതിന് ഞങ്ങൾക്ക് CPM-ൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല. ഞങ്ങൾക്ക് സംഘപരിവാർ വിരുദ്ധ പോരാട്ടം നയിക്കാൻ CPM-ൻ്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലാതെ ഞങ്ങൾ കൃത്യമായി അക്കമിട്ട് നിരത്തി 1, 2, 3 എന്ന് പറഞ്ഞ് ഇന്ന കാരണങ്ങൾ കൊണ്ട് നടപ്പിലാക്കരുതെന്ന് പറഞ്ഞ ആളുകളാണ്. അതിനെതിരെ രാഷ്ട്രീയമായ, നേരത്തെ പറഞ്ഞ സമരരംഗത്തുണ്ട് എന്ന് പറഞ്ഞാലത് പ്രക്ഷോഭ രംഗത്ത് നിന്നുള്ള രാഷ്ട്രീയമായി സംസാരിച്ചുകൊണ്ട് ഞങ്ങൾ സമരം ചെയ്തുകൊണ്ടിരിക്കുക. അത് മാത്രമല്ല, മുസ്ലിം ലീഗും കോൺഗ്രസും KPCC-യും സുപ്രീം കോടതിയെ സമീപിക്കാനിരിക്കുക. ആ പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ കേരളത്തിലെ പാർട്ടി ഗ്രാമങ്ങളിൽ CPM നടത്തിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ ഈ പറയുന്ന പ്രയോഗങ്ങളെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. അത് ഇന്നലെയും തുടങ്ങിയതല്ല. പാർട്ടി ഗ്രാമത്തിനകത്ത് പാർട്ടി അനുഭാവികൾ അടക്കമുള്ള ആളുകൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളുണ്ടെന്നേ. ഞങ്ങൾ ഈ പറയുന്ന ആളുകളൊന്നും കോൺഗ്രസ്സുകാർ മാത്രമല്ലല്ലോ. ആന്തൂർ സാജൻ ഈ പറയുന്ന CPM ബന്ധമുള്ള കുടുംബത്തിൽ നിന്നും വന്ന ആളല്ലേ? ഇടതുപക്ഷ പശ്ചാത്തലമുള്ള കുടുംബത്തിൽ നിന്നുള്ള ആളല്ലേ? അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ സാധിച്ചോ? ഇവിടെ ഒരു തരത്തിലുള്ള സ്വതന്ത്രമായ ആവിഷ്കാരങ്ങളെ ഈ പറയുന്ന ഗവൺമെൻറ് തലത്തിലായാലും സ്വകാര്യ സംരംഭകത്വത്തിലായാലും നാട്ടിലിറങ്ങി നടക്കാനായാലും ജോലി ചെയ്യാനായാലും CPM-ൻ്റെ മോണിറ്ററിംഗ് ഇല്ലാതെ, CPM-ൻ്റെ അനുവാദമില്ലാതെ കഴിയില്ല എന്നുള്ള സ്ഥിതി ഉത്തര മലബാറിലെ പല പാർട്ടി ഗ്രാമങ്ങളിലുണ്ടെന്ന്. അത് പറഞ്ഞാലുടൻ നിങ്ങൾ ശക്തിപ്പെടുത്തുകയാണെന്ന് പറഞ്ഞാൽ പറഞ്ഞത്